കുഞ്ഞുങ്ങളെ, ക്ലാക്സ് ആണ്. എല്ലാവരുടെയും പഠിത്തമൊക്കെ നന്നായി പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ 2025 PSC ചോദിച്ച കണക്കിലെ ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. 4ാമത്തെ പാർട്ട് വീഡിയോ ആണ്. ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 1, 2, 4 എന്ന സംഖ്യാശ്രേണിയിലെ 10ാമത്തെ പദം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഈ സംഖ്യാശ്രേണി ശ്രദ്ധിച്ചാൽ എൻ്റെ കുട്ടികൾക്ക് മനസ്സിലാകും, ഇത് ജോമെട്രിക് പ്രോഗ്രഷനാണ്, സമഗുണിത ശ്രേണിയാണ് അല്ലേ. 1 പറയുന്ന ഫസ്റ്റ് ടേമിനെ 2 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് അടുത്ത പദം കിട്ടുന്നത്. അതേ 2 കൊണ്ട് സെക്കൻഡ് ടേമിനെ ഗുണിക്കുമ്പോഴാണ് 3ാമത്തെ പദമായ 4 കിട്ടുന്നത്. അപ്പോൾ ഇതൊരു GP ആണ് എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ശ്രേണിയുടെ 10ാമത്തെ പദം. അപ്പം അറിഞ്ഞിരിക്കുക, ഒരു GPയുടെ എന്ത് ടേം കാണാൻ, ഒരു സമഗുണിത ശ്രേണിയുടെ എന്ത് ടേം കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ A×r⁻n−1 ആണ്. ഒരു GPയുടെ n-ാം പദം കാണാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് A×r⁻n−1. ഇവിടെ A എന്ന് പറയുന്നത് ആദ്യ പദമാണ്, R കോമൺ റേഷ്യോ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഏത് പദം കൊണ്ട് ഗുണിച്ചാണോ ആ ശ്രേണി മുന്നിലേക്ക് പോകുന്നത് അതിന് പറയുന്നതാണ് R അല്ലെങ്കിൽ കോമൺ റേഷ്യോ. ഓക്കെ ആണോ? നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ. ഇവിടെ A എന്ന് പറയുന്ന ആദ്യത്തെ പദം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 10ാമത്തെ പദമാണ്. A എന്ന് പറയുന്ന ആദ്യ പദം ആരാ? 1 ആണ്. 1 × കോമൺ റേഷ്യോ എത്രയാണ്? ഈ ശ്രേണി 2 കൊണ്ട് ഗുണിച്ചാൽ മുന്നോട്ട് പോകുന്നത് നമ്മളത് ചെക്ക് ചെയ്തതാണ്. അപ്പോൾ ആറിൻ്റെ വില 2 ആണ്. 2⁻n−1. n എത്ര? 10ാമത്തെ പദമാ കാണണ്ടേ. 10 - 1 9 ആണ്. ക്ലിയർ ആയോ? അപ്പോൾ ഫലത്തിൽ 2�9ൻ്റെ വില കണ്ടുപിടിച്ച് വെച്ചാൽ മതി. നമ്മുടെ ആൻസറായി 2�9 എത്രയാ? 512 ആണ്. അപ്പോൾ ഈ ശ്രേണിയുടെ 10ാമത്തെ പദം 512 ആണ്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? കുറച്ച് പവേഴ്സ് പഠിച്ചു വെച്ചാൽ നല്ലതാണ്. എക്സ്പോണൻസ് എന്ന ചാപ്റ്ററിലും GP എന്ന ചാപ്റ്ററിലും ഒക്കെ അത് യൂസ്ഫുള്ളാണ്. അതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതായിരുന്നു. ഫാക്ടറൈസ് ചെയ്തൊന്നും സമയം കളയാതില്ലെങ്കിൽ ഗുണിച്ച് സമയം കളയാതെ പെട്ടെന്ന് തന്നെ അവരെ പറയാൻ പറ്റണം. 1-2 പവേഴ്സ് ഓർത്തിരിക്കുക. 2⁻10ൻ്റെ വില അത് 1024. 2�9 അത് 512 ആണ്. അതേപോലെ 2�8 അത് 256 ആണ്. ഓർത്തു വെച്ചാൽ അത്രയും നല്ലത്. അതുപോലെ തന്നെ 3ൻ്റെ ഒന്ന് ഓർത്തിരുന്നാൽ നല്ലത്. 3�6 729 ആണ്. 3�5 243 ആണ്. ഇതൊക്കെ മോസ്റ്റ് കോമൺ ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് ഉണ്ടാകാറുള്ള ടേംസുകളാണ്. അപ്പോൾ ഈ പവറുകളൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ കുറേ ടൈം നമുക്ക് പല സിറ്റുവേഷൻസിലും സേവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ അല്ലേ? അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. അടുത്ത ചോദ്യം ഇതാണ്: 5000 രൂപ സാധാരണ പലിശ നിരക്കിൽ 8 വർഷത്തേക്ക് നിക്ഷേപിക്കുന്നു. 4000 രൂപ പലിശ കിട്ടിയിട്ടുണ്ട്. അങ്ങനെങ്കിൽ പലിശ നിരക്ക് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇക്വേഷൻ വെച്ചും ചെയ്യാം, ലോജിക്ക് വെച്ച് വേണമെങ്കിലും ചെയ്യാം. ഇക്വേഷൻ വെച്ച് ചെയ്താലോ. ഇക്വേഷൻ നിങ്ങൾക്കറിയാം. പലിശ കാണാൻ, ഇൻട്രസ്റ്റ് കാണാൻ, സിമ്പിൾ ഇൻട്രസ്റ്റ് കാണുന്ന ഇക്വേഷൻ I = PNR/100 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. പലിശ എത്ര കിട്ടി? 4000 കിട്ടി. ഓക്കെ. എത്ര രൂപയാണ് നിക്ഷേപിച്ചേ? 5000 രൂപയാണ് നിക്ഷേപിച്ചേ. എത്ര വർഷത്തേക്കാണ് നിക്ഷേപിച്ചേ? 8 വർഷത്തേക്കാണ് നിക്ഷേപിച്ചത്. കണ്ടുപിടിക്കേണ്ടത് പലിശ നിരക്കാണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റാ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. ക്യാൻസലേഷൻ. ഇവിടെ സീറോസ് ക്യാൻസൽ ചെയ്യാലോ. ഈ 2 സീറോസിനെ വെട്ടിക്കളയും. ബാക്കിയുള്ളത് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ ലെഫ്റ്റ് സൈഡിൽ ഒരു 4000 ഉണ്ട്. റൈറ്റ് സൈഡിൽ 2 സീറോസ് വെട്ടിപ്പോയാൽ പിന്നെ 50 ഉള്ളൂ. 50 × 8 400 ആണ്. 400 × 6 എന്ന് വരും. ക്ലിയർ ആണോ? നമുക്ക് പലിശ നിരക്ക് 6 കാണേണ്ടത്. 4000 / 400. ഇവിടുത്തെ പലിശ നിരക്ക് 10 ആണ്, അല്ലെങ്കിൽ 10% എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ എൻ്റെ കുട്ടികളെ? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. സിമ്പിളാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ,
ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യണമെന്നില്ല, ലോജിക്ക് ചെയ്തെടുത്താലും മതി. അത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നോക്കുക, എത്ര രൂപയാണ് നിക്ഷേപിച്ചേ? 5000 നിക്ഷേപിച്ചത്. അപ്പൊ 5000നെ നമുക്ക് 100% എടുക്കാം. പലിശ കിട്ടിയത് എത്രയാ? 4000. 4000 എന്നും പറഞ്ഞ് കിട്ടിയ പലിശ എത്ര ശതമാനം നോക്കുകയാണ് വേണ്ടത്. സിംപിളി ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരായോ? ശ്രദ്ധിച്ചേ, ഞാനൊന്ന് ക്രോസ് ചെയ്യുവാണ്. 4000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 5000. അപ്പം 4000 എന്നത് എത്ര ശതമാനം എന്ന് നമുക്ക് അവിടെ നിന്ന് 3 0. 4000ന്റെ 3 0, 5000ന്റെ 3 0 അവിടെ ക്യാൻസൽ ആവും. ബാക്കി എന്ത് വന്നു? 100 ഗുണം 4 400. 400 ഭാഗം 5 80% എന്ന് കിട്ടി. ഓക്കെ ആണോ? പലിശ നിരക്ക് 80% എന്ന് കിട്ടി. ഞാൻ എൻ്റെ കുട്ടികളോട് ചോദിക്കട്ടെ, അത് എത്ര വർഷത്തെ കഥയാ? 8 വർഷത്തെ കഥയാ. 8 വർഷത്തെ പലിശ 80% എന്ന് പറഞ്ഞാൽ 1 വർഷത്തെ പലിശ നിരക്ക് എപ്പോഴും 1 വർഷത്തിലാണല്ലോ പറയുന്നത്. 8 വർഷത്തിൽ 80% എന്ന് പറഞ്ഞാൽ 1 വർഷം എത്രയാന്ന് ചോദിച്ചാൽ 80 ഭാഗം 8 10% ഇവിടുത്തെ പലിശ നിരക്ക്. അങ്ങനെ പറഞ്ഞാലും ഓക്കെയാണ്. ഇക്വേഷന്റെ സപ്പോർട്ട് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇവിടെ ആൻസർ എടുക്കാൻ പറ്റും. ക്ലിയർ ആയോ? മുന്നോട്ട് പോട്ടെ. അടുത്ത ചോദ്യം, ഒരു സമാന്തര ശ്രേണിയുടെ 21ാമത്തെ പദം 7ാം പദത്തിന്റെ 3 ഇരട്ടിയാണ്. ഓക്കെ ആണോ കുട്ടികളെ? അപ്പം ജനറലൈസ് ചെയ്ത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദം കാണുന്ന ഇക്വേഷൻ എന്താ? a പ്ലസ് n-1 ഇൻറ്റു ഡി ആണ്. എ ആദ്യ പദവും ഡി പൊതുവ്യത്യാസവുമാണെങ്കിൽ ഏതൊരു സമാന്തര ശ്രേണിയുടെ n-ാം പദം കാണാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് a പ്ലസ് n-1 ഇൻറ്റു ഡി. ഓക്കെ, ഇനി എന്താ ഇവിടെ പറയുന്നത്? ഇവിടെ പറയുന്നത് നമ്മുടെ സമാന്തര ശ്രേണിയുടെ 21ാമത്തെ പദം 7ാമത്തെ പദത്തിന്റെ 3 ഇരട്ടിയാന്ന് പറയുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതുവാണ്, 21ാമത്തെ പദം 7ാമത്തെ പദത്തിന്റെ 3 മടങ്ങാണ്. ഓക്കെ ആണോ കുഞ്ഞുങ്ങൾ? ഇതാണ് ചോദ്യത്തിൽ പറയുന്ന കണ്ടീഷൻ. അങ്ങനെങ്കിൽ 21ാമത്തെ പദത്തിന്റെ എക്സ്പ്രഷൻ എന്നോടൊന്ന് പറഞ്ഞ്, n-ാം പദം കാണാൻ a പ്ലസ് n-1 ഇൻറ്റു ഡി ആ. അപ്പൊ 21ാം പദം കാണാൻ a പ്ലസ് 21 മൈനസ് 1 ഇൻറ്റു ഡി എത്രയാ? 20d. a പ്ലസ് 20d. അപ്പൊ 21ാം പദം കാണുന്ന എക്സ്പ്രഷൻ ഞാൻ എഴുതി വെച്ച് a പ്ലസ് 20d. ശരി, എന്നാൽ 7ാം പദത്തിന്റെ എക്സ്പ്രഷൻ ഒന്ന് പറഞ്ഞേ. a പ്ലസ് 7 മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ a പ്ലസ് 6d ആണ്. 7ാം പദത്തിന്റെ എക്സ്പ്രഷൻ ഇൻറ്റു 3 ഉണ്ട്, അത് മറക്കണ്ട. ഓക്കെ ആണോ? കാൽക്കുലേഷൻ പ്രൊസീഡ് ചെയ്തോട്ടെ. അപ്പൊ എന്താ വരുന്നേ? a പ്ലസ് 20d എന്ന് പറയുന്നത്, ആ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തേ. 3a പ്ലസ് 6 ഗുണം 3 18d. ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്യാലോ. 20d മൈനസ് 18d എന്ന് പറയുന്നത് 3a മൈനസ് a ആണ്. അപ്പൊ നമുക്ക് കിട്ടും 2dയുടെ വില 2aക്ക് തുല്യം. 2 വെട്ടിപ്പോയാൽ a ആർക്ക് തുല്യം എന്ന് പറയുന്നേ ഉള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞത് 2 സൈഡിൽ നിന്നും 2നെ ക്യാൻസൽ ചെയ്യാലോ. അപ്പൊ a എന്ന് പറഞ്ഞാൽ ഡിക്ക് തുല്യമാണ് എന്ന് മനസ്സിലാക്കാം. ഇത്ര ഓക്കെ ആണോ? എയുടെ വില ഡിക്ക് തുല്യം. ശരി, ഇനി എന്താ ചോദ്യത്തിൽ പറയുന്നേ? 9ാമത്തെ പദം 18 ചോദ്യം നമ്മളോട് പറയുന്നു. ഈ സമാന്തര ശ്രേണിയുടെ 9ാമത്തെ പദം 18 പറയുന്നു. അങ്ങനെങ്കിൽ 9ാമത്തെ പദത്തിന്റെ എക്സ്പ്രഷൻ പറ. a പ്ലസ് n-1 ഇൻറ്റു ഡി. 9 മൈനസ് 1 ഇൻറ്റു ഡി. a പ്ലസ് 8dയുടെ വിലയാണ് 18. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? ശരി, ഇനി ഞാൻ ചോദിക്കട്ടെ, എയും ഡിയും തമ്മിലുള്ള ബന്ധം എന്താ? എയും ഡിയും തുല്യമാ, നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചു വെച്ചു. എയുടെ വില തന്നെയാണ് ഡിയുടെ വില. അപ്പൊ ഈ എയുടെ സ്ഥാനത്ത് ഞാൻ ഡി എന്ന് ഇട്ടാലും കുഴപ്പമൊന്നുമില്ലല്ലോ. എയുടെ സ്ഥാനത്ത് ഞാൻ ഡിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എഴുതി വെക്കാം, ഡി പ്ലസ് 8dയുടെ വിലയാ 18. 8dയും ഡിയും കൂടെ ചേർന്നാൽ എത്രയായി? 9d ആയി. 9dയുടെ വിലയാ 18. അപ്പം ഡി എത്രയാ? 18 ഭാഗം 9. ഡിയുടെ വില 2 കിട്ടി. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? നമുക്കറിയാം എയും ഡിയും തുല്യമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ എയുടെ വിലയും എന്ത് തന്നെയാ? 2 തന്നെയാ. അപ്പൊ ഈ ചോദ്യത്തിൽ പറയുന്ന സമാന്തര ശ്രേണിയുടെ ആദ്യ പദവും 2 ആണ്, കോമൺ ഡിഫറൻസും 2 ആണെന്ന് മനസ്സിലായി.
ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ കൊണ്ടൊന്നും ആ ചോദ്യം തീരുന്നില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ സമാന്തര ശ്രേണിയുടെ 64ാമത്തെ പദമാ. എക്സ്പ്രഷൻ പറ. a+n-1 × d എന്നാം പദത്തിന്റെ എക്സ്പ്രഷൻ. അപ്പൊ 64ാം പദത്തിനെ കാണാൻ a+64 - 1 × d എന്ന് പറഞ്ഞാൽ a+63d. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. എ എന്ന ആദ്യ പദം 2 നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. +63 × പൊതുവ്യത്യാസം എത്രയാ? അതും 2 നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. അപ്പൊ നമുക്ക് എഴുതാം 2 + 63 × 2 എത്രയാ? 126 അപ്പൊ നമ്മുടെ ആൻസർ എന്റെ കുട്ടികൾ പറ 128 ഈ പറയുന്ന സമാന്തര ശ്രേണിയുടെ 64ാമത്തെ പദം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഓക്കെ ആണ്. അല്പം ലെങ്തി കാൽക്കുലേഷനാ, എന്നാലും കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടെ മുഴുവൻ ഒരൊറ്റ ഇക്വേഷന്റെ സപ്പോർട്ടോടു കൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാം പദം കാണുന്ന ഇക്വേഷൻ a+n-1 × d. ആ ഒരു ഇക്വേഷന്റെ സപ്പോർട്ട് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഓക്കെ ആണോ എൻ്റെ കുട്ടികളാ? മുന്നോട്ട് പോയാലോ? അടുത്ത ചോദ്യം. ഒരു ക്ലോക്കിൽ സമയം 8:20 കാണിക്കുന്നെങ്കിൽ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയ്ക്കുള്ള ആംഗിളാ ചോദിച്ചിരിക്കുന്നത്. ഷോർട്ട് കട്ട് ഒന്നും അഡോപ്റ്റ് ചെയ്യുന്നില്ല. ഇക്വേഷൻ അങ്ങ് പറയുക. മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയ്ക്കുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ 30h - 11/2m മോഡുലസ് ആണെന്ന് നിങ്ങൾക്കറിയാം. ആംഗിൾ കാണുന്ന ഇക്വേഷൻ അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. എച്ചിന്റെ സ്ഥാനത്ത് മണിക്കൂറും എമ്മിന്റെ സ്ഥാനത്ത് മിനിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്താ വരിക? 30 × 8 മണിക്കൂർ -11/2 × m എത്രയാ? മിനിറ്റ് എത്രയാ? 20 മിനിറ്റ് എന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട്. 8:20 കഥയെ അറിയേണ്ടത്. പ്രൊസീഡ് ചെയ്താൽ 30 × 8 240 മൈനസ്. ഇവിടെ എങ്ങനെയാ ക്യാൻസലേഷൻ നടക്കുന്നത്? 2ഉം 20ഉം കൂടെ വെട്ടിപ്പോകും അല്ലേ? 2ഉം 20ഉം കൂടെ 10 വെച്ച് വെട്ടിപ്പോകും. ബാക്കി 11 × 10 110 എന്ന് കിട്ടും. ഇത്രയും ക്ലിയർ ആണോ? അപ്പൊ എന്താ വരിക? 240 മൈനസ് 110. നമ്മുടെ ആൻസർ. ഇവിടുത്തെ ആംഗിൾ എത്ര എന്ന് ചോദിച്ചാൽ 130 ഡിഗ്രിയാണ് 8:20 ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞു. 8:20 മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയ്ക്കുള്ള ആംഗിൾ 130 ഡിഗ്രിയാണ്. ഓക്കെ ആണോ? സിമ്പിൾ ചോദ്യമാണ്. അടുത്ത പറയാലോ. അടുത്ത ചോദ്യം. 2 ശ്രേണികൾ തന്നിട്ടുണ്ട് അല്ലേ? 3, 5, 7, 9 എന്ന് പറയുന്ന ഒരു ശ്രേണിയും 3, 6, 9, 12 എന്ന് പറഞ്ഞ വേറൊരു ശ്രേണിയും തന്നിട്ടുണ്ട്. ഈ 2 ശ്രേണിയിലും കോമൺ ടൈംസ് ഉണ്ട്. ആ കോമൺ ടൈംസിലെ 100ാമത്തെ കോമൺ ടൈം ആരെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ആ ശ്രേണികളൊന്ന് എഴുതി നോക്കാം. ആദ്യത്തെ ശ്രേണി ആരാ എൻ്റെ കുട്ടികളെ? അത് ഓഡ് നമ്പേഴ്സാ. 3ൽ തുടങ്ങുന്ന ഓഡ് നമ്പേഴ്സ് അല്ലേ? 3, 5, 7, 9. എങ്ങനെ ആയിരിക്കും ഇനി മുന്നോട്ട് പോകുന്നത്? 11, 13, 15 ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഓഡ് നമ്പേഴ്സ്. അവര് ഞാൻ കുറച്ച് ടൈംസ് എഴുതിയെന്നേ ഉള്ളൂ. ശരി, രണ്ടാമത്തെ ശ്രേണി പറ. രണ്ടാമത്തെ ശ്രേണി എന്താ? 3ന്റെ ഗുണിതങ്ങളാ കിടക്കുന്നത്. 3, 6, 9, 12. അടുത്ത ആരായിരിക്കും? 15, 18, 21 ഇങ്ങനെ പോകുന്ന 3ന്റെ ഗുണിതങ്ങളാണ് ആ കിടക്കുന്നത്. അപ്പം ആദ്യം കിടക്കുന്നത് ഓഡ് നമ്പേഴ്സും രണ്ടാമത് കിടക്കുന്ന 3ന്റെ ഗുണിതങ്ങളുമാണ്. ഈ 2 സീരീസിൽ എന്തു കോമൺ ഉണ്ടെന്ന് ചോദിച്ചാൽ 3ന്റെ ഗുണിതങ്ങളായ ഓഡ് നമ്പേഴ്സ് കോമൺ കാണും. എന്താ? ഒരിക്കൽ കൂടി. ആദ്യം കിടക്കുന്ന സീരീസ് ഓഡ് നമ്പേഴ്സിന്റെ സീരീസാ. ഒന്നില്ല, അത് വിട്ടേരെ. ഇത് 3ന്റെ ഗുണിതങ്ങളുടെ സീരീസാ. അപ്പൊ ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് എന്തുണ്ടെന്ന് ചോദിച്ചാൽ 3ന്റെ ഗുണിതങ്ങളായ ഓഡ് നമ്പേഴ്സ് ഉണ്ടാകും. ഓക്കെ ആണോ? നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. 3ഉം 3ഉം കോമൺ ഉണ്ട്. പിന്നെ 6 ഒന്നും ഇല്ല. 3ന്റെ അടുത്ത് 3 × 3 9, 9ഉം കോമണാ. 15ഉം 15ഉം കോമണാ. അപ്പൊ എന്താ മനസ്സിലാക്കണ്ടേ? 3ന്റെ ഗുണിതങ്ങളായ ഓഡ് നമ്പേഴ്സ് കോമൺ ആയിട്ട് ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണോ? എന്ന് വെച്ചാൽ 3 കോമണാ, 9 കോമണാ, 15 കോമണാ, 21 കോമണാ. ഇങ്ങനെയാണ് കോമൺ ആയിട്ടുള്ള ഒരു സീരീസ് എഴുതാൻ പറഞ്ഞു. ഈ 2 സീരീസിനും കോമൺ ആയിട്ടുള്ള ടേംസിനെ എല്ലാം കൂടെ നിരത്തി എഴുതിയാൽ ഇങ്ങനെ ഒരു സീരീസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ എൻ്റെ കുട്ടികൾക്ക്? അപ്പൊ ഇനി നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത് ഈ ഒരു സീരീസ് ആയിരിക്കണം. ഈ ഒരു സീരീസിന്റെ എന്താ കണ്ടുപിടിക്കണ്ടേ?
100ാമത്തെ പദം കണ്ടുപിടിക്കണം. ഇത് ആരായി കിടക്കുന്ന ഒരു സമാന്തര ശ്രേണിയാ. 6 കൂട്ടി 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 മുന്നോട്ട് പോകുന്ന ഒരു സമാന്തര ശ്രേണിയാണ് നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നത്. ഈ സമാന്തര ശ്രേണിയുടെ 100ാമത്തെ പദം കണ്ടുപിടിക്കണം. അത്രയല്ലേ ഉള്ളൂ ജോലി. 100ാമത്തെ പദം കാണുന്ന ഇക്വേഷൻ a + 99d ആണ്. ശരി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. a എത്ര ആദ്യ പദം 3 ആണ്. 3a + 99 ഗുണം പൊതുവ്യത്യാസം എത്രയാ? 6 കൂട്ടി കൂട്ടിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പൊ 6 ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. 3a + 99 ഗുണം 6 എത്രയാ കുഞ്ഞുങ്ങളെ? 594 ആണ്. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എത്രയാ? 597 ആണ് ഈ പറയുന്ന ശ്രേണിയുടെ 100ാമത്തെ പദം. ക്ലിയർ ആണോ? ഈ ചോദ്യം ചോദിച്ചപ്പം ചോയ്സിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ആൻസർ എടുക്കാമായിരുന്നു. കാരണം ഈ കോമൺ ടൈംസിൻ്റെ ശ്രേണി എല്ലാം 3ന്റെ ഗുണിതങ്ങളാണ്. ആ ചോയ്സിൻ്റെ, ഞാനിപ്പോൾ ഇവിടെ ചോയ്സ് ഇട്ടിട്ടില്ല, ആ ചോയ്സിൻ്റെ അകത്ത് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒരേ ഒരാളെ കിടപ്പുള്ളായിരുന്നത് 597 ആയിരുന്നു. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? എന്തായാലും ഈ ബോക്സിൽ ഞാൻ ഇട്ടിരിക്കുന്ന ശ്രേണിയിലെ 100ാമത്തെ പദം 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ആയിരിക്കണമല്ലോ. കാരണം ഇതെല്ലാം 3ന്റെ ഗുണിതങ്ങളാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന ചോയ്സിൽ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒരാളെ ഉള്ളായിരുന്നു, അത് 597. അങ്ങനെ പെട്ടെന്ന് ആൻസർ വേണമെങ്കിൽ എടുക്കാമായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ എന്തായാലും ചോയ്സുകളൊന്നും ഇട്ടിട്ടില്ല, ഡയറക്റ്റ്ലി തന്നെ ആൻസർ അങ്ങ് അസസ് ചെയ്യുമായിരുന്നു. ഓക്കെ ആണോ എൻ്റെ കുട്ടികൾക്ക്? അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഇത് ഓഡ് നമ്പറിൻ്റെ സീരീസാണ്, ഇത് 3ന്റെ ഗുണിതങ്ങളുടെ സീരീസാണ്. അപ്പോൾ ഈ 2 സീരീസിൽ ആര് കോമൺ ഉണ്ടെന്ന് ചോദിച്ചാൽ 3ന്റെ ഗുണിതങ്ങളായ ഓഡ് നമ്പേഴ്സ് കോമൺ ഉണ്ട്. അത്രയല്ലേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? അടുത്ത പറയാമല്ലോ. അടുത്ത പറയട്ടെ. അടുത്ത ചോദ്യം. 2025 മാർച്ച് 15 വ്യാഴമെന്നും ശനി എന്നും പറഞ്ഞാണ് ചോദ്യം തുടങ്ങുന്നത്. എഴുതിക്കോട്ടെ. അങ്ങനെങ്കിൽ 2050 മാർച്ച് മാസത്തിലെ ഏത് തീയതിയാണ് ഞായറാഴ്ച? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ശരി, നമുക്കൊന്ന് നോക്കാം. 2025 മാർച്ച് 15 തന്നിരിക്കുന്നു. ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് 2050 മാർച്ച് 15 ഏതെന്ന് കണ്ടുപിടിക്കാൻ പോവാം. അതിന്റെ ഷോർട്ട് കട്ട് എന്താ? 2025 2050 വരെ എത്ര വർഷം ഉണ്ടെന്ന് ആദ്യം നോക്കണം. എത്ര വർഷങ്ങളുണ്ട്? 25 വർഷങ്ങളുടെ ഒരു ഗ്യാപ്പാ കിടക്കുന്നത്. 2025 2050 വരെ 25 വർഷത്തെ ഗ്യാപ്പാ. ഇനി നോക്കണ്ടേ എന്താ? ഈ 25 വർഷങ്ങൾക്കിടയിൽ എത്ര ലീപ്പ് ഇയർ വരുമെന്ന് നോക്കണം, എത്ര അതിവർഷം വന്ന് കയറുമെന്ന് നോക്കണം. ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കിയേ. 2025 കഴിഞ്ഞ് വരാൻ പോകുന്ന അതിവർഷം 2028 വരും. ഇനി 4 കൂട്ടി കൂട്ടി വിട്ടാ പോരെ. 32 ഒരു അതിവർഷം വരും, 36 ഒരു അതിവർഷം വരും, 2040 വരും, 2044 വരും, 2048 വരും. ഓക്കെ ആണോ എൻ്റെ കുട്ടികളെ? അപ്പൊ എത്ര അതിവർഷം കയറി വന്നു? 6 അതിവർഷം കയറി വന്നു. അപ്പം ടോട്ടൽ എത്ര ഉണ്ട്? 25ഉം 6ഉം 31 ടോട്ടൽ കൗണ്ട്. ഇനി എന്താ ചെയ്യണ്ടേ? ഈ 31 എന്ന ടോട്ടൽ കൗണ്ടിൽ എത്ര ഒറ്റ ദിവസം ഉണ്ടെന്ന് നോക്കണം. 31 എന്ന ടോട്ടൽ കൗണ്ടിൽ എത്ര ഒറ്റ ദിവസം ഉണ്ടെന്ന് നോക്കണം. ഒറ്റ ദിവസം കാണാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? കൗണ്ടിനെ 7 കൊണ്ട് ഹരിച്ചാൽ മതി. 7 × 4 28, ശിഷ്ടം 3 എന്ന് കിട്ടും. എത്രയാണോ ശിഷ്ടം വരുന്നത് അതാണ് ഒറ്റ ദിവസത്തിന്റെ കൗണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടെ 3 ഒറ്റ ദിവസങ്ങളാ ഉള്ളത്. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് 2050 മാർച്ച് 15 ഏത് ദിവസമെന്ന് കാണാൻ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ദിവസമായ ശനിയാഴ്ചയുടെ കൂടെ ഈ 3 ഒറ്റ ദിവസം കൂട്ടിവെക്കുന്നു. സാറ്റർഡേയുടെ കൂടെ 3 ഒറ്റ ദിവസം കൂട്ടി വെച്ചാൽ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, അതൊരു ചൊവ്വാഴ്ചയാണെന്ന് മനസ്സിലായി. ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? 2025 മാർച്ച് 15 നമ്മൾ നേരെ പോയി 2050 മാർച്ച് 15 കണ്ടുപിടിച്ചു. അപ്പം നമുക്ക് മനസ്സിലായി. ഞാൻ എഴുതിക്കോട്ടെ. 2050 കഥയായി ഇനി എഴുതാൻ പോകുന്നത് കേട്ടോ. 2050 മാർച്ച് 15 ഏത് ദിവസം ഒന്ന് മനസ്സിലായി? ട്യൂസ്ഡേ ആണെന്ന് മനസ്സിലായി. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 2050 മാർച്ച് 14 ഏത് ദിവസമാ? അതിന് തൊട്ട് മുമ്പലത്തെ ദിവസമായ മൺഡേയാ. അങ്ങനെങ്കിൽ മാർച്ച് 13 ഏത് ദിവസമാ? അതിന് തൊട്ട് മുമ്പലത്തെ ദിവസമായ സൺഡേ ആണ്. അപ്പൊ മാർച്ച് 13 ഒരു സൺഡേ ആണെന്ന് മനസ്സിലായി. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെങ്കിൽ നെക്സ്റ്റ് സൺഡേ
തൊട്ടടുത്ത ഞായർ എന്ന് വരുമെന്ന് ചോദിച്ചാൽ അടുത്ത ആഴ്ച വരും, ഒരു 7 ദിവസം കഴിയുമ്പം വരും. അപ്പോൾ ഉറപ്പായിട്ടും മാർച്ച് 13 സൺഡേ ആണെങ്കിൽ ഉറപ്പാണ് മാർച്ച് 20 സൺഡേ ആയിരിക്കും. ഇനി അടുത്ത സൺഡേ എന്ന് ചോദിച്ചാൽ മാർച്ച് 27 സൺഡേ ആയിരിക്കും. ഓക്കെ, എന്തായാലും ചോയ്സിൽ ഏത് തീയതി ഞായറാഴ്ച എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ 20 കിടപ്പുണ്ട്. അപ്പം 2050 മാർച്ച് 20 ഒരു സൺഡേ ആയിരിക്കും. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? ഒരു കോമൺ പാറ്റേൺ ആണ്, സ്ഥിരം വരുന്നൊരു ചോദ്യമാണ്, സിമ്പിളാണ്. അടുത്തത് പറയാം. അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്, ശ്രദ്ധിക്കുക. ഒരു സാധനം വിൽക്കുമ്പം ഒരു വ്യാപാരിക്ക് 10% നഷ്ടം സംഭവിക്കുന്നു. ഓക്കെ, ലോസ് ഉണ്ടായി, 10% നഷ്ടം. ശരി, ഇനി എന്താ പറയുന്നേ? 100 രൂപ കൂട്ടി വിറ്റാൽ 10% ലാഭമുണ്ടാകും, പ്രോഫിറ്റ് ഉണ്ടാകും എന്താണ് ചോദ്യത്തിൽ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ എൻ്റെ കുട്ടികളോട്, 10% നഷ്ടത്തിനെ നമ്മൾ എങ്ങനെ എഴുതി വെക്കുന്നേ? 100 ഉണ്ടായിരുന്നു, എനിക്ക് 10 നഷ്ടമായി, ബാക്കി എത്ര ഇപ്പോൾ ഉള്ളൂ? 90 ഉള്ളൂ. എന്നാൽ 10% ലാഭത്തിനെ എങ്ങനെ എഴുതി വെക്കും? 100 ഉണ്ടായിരുന്നു, 10 കൂടെ കിട്ടി, ഇപ്പൊ എത്ര ഉണ്ട്? 110 ഉണ്ട്. ക്ലിയർ ആയോ? 90% കിടന്ന വില 110ലേക്ക് ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടുണ്ട്. എന്താണ് ഇതിന്റെ റീസൺ? അതിന്റെ റീസൺ ചോദ്യത്തിൽ പറയുന്നുണ്ടല്ലോ. 100 രൂപ കൂട്ടി ഞാൻ വിറ്റതാ, 100 രൂപ കൂട്ടി വിറ്റത് കൊണ്ടാണ് ഈ ഒരു ചേഞ്ച് ഉണ്ടായത്. ഓക്കെ ആണോ എൻ്റെ കുട്ടികളെ? എന്നാ പറ, 90% 110% മാറി എന്ന് വെച്ചാൽ 20% വർധനവാ ഉണ്ടായത് അല്ലേ? 90% 110% മാറി എന്ന് പറഞ്ഞാൽ 20% വർധനവാ ഉണ്ടായേ. ഈ 20% വർധനവിന് ആരാ റീസൺ എന്ന് ചോദിച്ചാൽ ആ 100 രൂപ കൂട്ടി വിറ്റത്. അപ്പൊ നമുക്ക് എഴുതി വെക്കാം, 20% വിലയാണ് 100 രൂപ. എന്താ കണ്ടുപിടിക്കണ്ടേ? വി ഹാവ് ടു ഫൈൻഡ് ദ ഒറിജിനൽ പ്രൈസ്. യഥാർത്ഥ വില കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ 100% എത്രന്ന് കണ്ടുപിടിക്കണം. 20% വില 100 ആണെങ്കിൽ 100% എത്രന്ന് കണ്ടുപിടിച്ചു വെച്ചാൽ പോരെ, ജോലി കഴിഞ്ഞില്ലേ? 100 ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100 ഇൻറ്റു 100 ഭാഗം 20. 20 100 കൂടെ 5 വെച്ച് ക്യാൻസൽ ആവും. നമ്മുടെ ആൻസർ എത്രയാ? 500 രൂപയാണ് ഈ പറയുന്ന സാധനത്തിന്റെ യഥാർത്ഥ വില, കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ എൻ്റെ കുട്ടികൾ? മുന്നോട്ട് പോയിക്കോട്ടെ. അടുത്ത ചോദ്യം. 15 വർഷങ്ങൾക്ക് മുൻപുള്ള കഥയും പറഞ്ഞുകൊണ്ടാ ചോദ്യം തുടങ്ങുന്നത്. 15 വർഷങ്ങൾക്ക് മുൻപ് അമ്മയുടെ പ്രായം മകളുടെ പ്രായത്തിന്റെ ഇരട്ടിയാ. അപ്പൊ ഞാനൊന്ന് എഴുതിക്കോട്ടെ, മദർ ഡോട്ടർ. ഓക്കെ ആണോ? അമ്മയുടെ പ്രായം മകളുടെ പ്രായത്തിന്റെ ഇരട്ടി. ഞാൻ ചോദിക്കട്ടെ, മകളുടെ പ്രായത്തിനെ ഞാൻ എക്സ് എന്ന് എടുത്താൽ അമ്മയുടെ പ്രായത്തിനെ എങ്ങനെ എടുക്കാം? 2x എന്ന് എടുക്കാം. സിമ്പിളാണ്. ഇത് എപ്പോഴത്തെ കഥയാ? 15 വർഷം മുമ്പലത്തെ കഥയാ. അങ്ങനെങ്കിൽ ഞാൻ എൻ്റെ കുട്ടികളോട് ചോദിക്കട്ടെ, ഇപ്പോഴത്തെ കഥ, പ്രസന്റേജ്, ഇപ്പോഴത്തെ പ്രായം എന്ന് പറഞ്ഞേ. അമ്മയ്ക്ക് ഇപ്പം 15 വയസ്സും കൂടെ കഴിഞ്ഞു കാണും അല്ലേ? അമ്മയുടെ പ്രായം 2x എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ അമ്മയുടെ പ്രായം എത്രയാന്ന് ചോദിച്ചാൽ 2x + 15. മകളുടെ പ്രായം x എന്ന് നമ്മൾ നേരത്തെ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ മകളുടെ ഇപ്പോഴത്തെ പ്രായം എത്ര എന്ന് ചോദിച്ചാൽ x + 15. ഓക്കെ ആണ്. ഇനി എന്താ ചോദ്യത്തിൽ പറയുന്നത്? 3 വർഷം കഴിഞ്ഞുള്ള പ്രായങ്ങളുടെ തുക. അപ്പം ഇപ്പോഴത്തെ കഥയല്ല, 3 വർഷവും കൂടെ കഴിഞ്ഞുള്ള കഥയാ പറയുന്നത്. ഇനി 3 വർഷവും കൂടെ കഴിഞ്ഞു, ആഫ്റ്റർ 3 years. എൻ്റെ കുട്ടികൾ പറ, അമ്മയുടെ ഇപ്പോഴത്തെ പ്രായം 2x + 15. 3 വർഷം കഴിഞ്ഞാൽ 3 വയസ്സും കൂടെ കൂടും അല്ലേ? 2x + 15ന്റെ കൂടെ 3 വയസ്സും കൂടെ കൂട്ടിയാൽ 3 വർഷം കഴിയുമ്പോൾ അമ്മയുടെ പ്രായം കിട്ടും 2x + 18. ക്ലിയർ ആണ്? എങ്കിൽ 3 വർഷം കഴിഞ്ഞുള്ള മകളുടെ പ്രായം പറ. മകൾക്ക് ഇപ്പം x + 15. 3 വർഷം കഴിഞ്ഞാൽ ഒരു 3 വയസ്സും കൂടെ കൂടും, x + 18. ഓക്കെ ആണോ എൻ്റെ കുട്ടികൾക്ക്? ക്ലിയർ ആയോ? ഈ 2 പ്രായങ്ങളുടെ തുകയാണ് 99 എന്ന് ചോദ്യം നമ്മളോട് പറയുന്നേ. ഓക്കെ ആണോ? 3 വർഷം കഴിഞ്ഞുള്ള അവരുടെ പ്രായം എന്താണോ അതിന്റെ തുകയാണ് 99. അപ്പൊ ഞാൻ അവരുടെ തുക കണ്ടുപിടിച്ചോട്ടെ. പറയൂ. 3 വർഷം കഴിയുമ്പോൾ അമ്മയുടെ പ്രായം 2x + 18 ആണ്. മകളുടെ പ്രായം x + 18 ആണ്. ഇവരുടെ തുകയാണ് 99. ഈ പ്രായങ്ങൾ കൂട്ടുമ്പോഴാണ് 99 കിട്ടേണ്ടത്. കൂട്ടി നോക്കാം. 2x ഉം x ഉം എത്രയാ? 3x. ശരി, 18 ഉം 18 ഉം 36. 3x + 36ന്റെ വിലയാണ് 99. അവിടെ നിന്നുകൊണ്ട്
എൻ്റെ കുട്ടികൾക്ക് 3x വില കണ്ടുപിടിക്കാം. 99 മൈനസ് 36, 3x വില 63. ഓക്കെ ആണോ? അങ്ങനെങ്കിൽ എക്സ് എത്ര എന്ന് ചോദിച്ചാൽ 63/3, എക്സിന്റെ വില 21 വയസ്സെന്ന് കിട്ടും. ഈ ഒരു മൊമെന്റ് വരെ കഥകളൊക്കെയാണോ എൻ്റെ കുട്ടികൾക്ക്? ഞാൻ ചോദിക്കട്ടെ, എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ട അവരുടെ ഇപ്പോഴത്തെ പ്രായങ്ങളുടെ വ്യത്യാസമാണ് കണ്ടുപിടിക്കേണ്ടത്. എൻ്റെ കുട്ടികളൊന്ന് നോക്കിയേ. അമ്മയുടെ ഇപ്പോഴത്തെ പ്രായം നമ്മൾ എത്ര എന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്? 2x + 15 എന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. മകളുടെ ഇപ്പോഴത്തെ പ്രായം എത്ര എന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്? x + 15 എന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഡിഫറൻസാണ് നമുക്ക് കാണേണ്ടത് അല്ലേ? 2x + 15ന്റെയും 2x + 15 എന്ന അമ്മയുടെ പ്രായത്തിന്റെയും x + 15 എന്ന മകളുടെ പ്രായത്തിന്റെയും വ്യത്യാസമാണ് കാണേണ്ടത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ മൈനസ് അകത്തോട്ട് കയറുമ്പോൾ അത് -15 ആയി. 15 അങ്ങ് ക്യാൻസലായി പോവും അല്ലേ? ബാക്കി എന്തു വരും? 2x x പോയാൽ വ്യത്യാസം x എന്ന് വരും. ഇപ്പോഴത്തെ അവരുടെ പ്രായങ്ങൾ തമ്മിലുള്ള വ്യത്യാസം x ആണ്. എക്സിന്റെ വില എത്ര എന്ന് നമ്മൾ കണ്ടുപിടിച്ചു വെച്ചായിരുന്നു? 21 എന്ന് കണ്ടുപിടിച്ചു വെച്ചായിരുന്നു. ഇപ്പോൾ അവരുടെ പ്രായങ്ങളുടെ വ്യത്യാസം എത്ര എന്ന് ചോദിച്ചാൽ 21. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? എളുപ്പമല്ലേ? ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പ്രായങ്ങളുടെ വ്യത്യാസം ഇപ്പോൾ 21 ആണെങ്കിൽ 15 വർഷങ്ങൾക്ക് മുമ്പും 21 ആയിരിക്കും. ഈ 3 വർഷം കഴിഞ്ഞും പ്രായങ്ങളുടെ വ്യത്യാസം 21 തന്നെയായിരിക്കും. അതിലൊരു മാറ്റവും വരുത്തത്തില്ല. ഏജിന്റെ ഡിഫറൻസ് എന്നും കോൺസ്റ്റന്റ് ആയി നിലകൊള്ളും. 2 വ്യക്തികൾ തമ്മിൽ 21 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇനി എത്ര നാൾ കഴിഞ്ഞാലും ആ വ്യത്യാസം അതേപോലെ അവിടെ നിലകൊള്ളും. ഓക്കെ ആണോ? അപ്പം ഇപ്പോഴത്തെ പ്രായങ്ങളുടെ വ്യത്യാസം 21, 15 വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രായത്തിന്റെ വ്യത്യാസം 21, 3 വർഷം കഴിഞ്ഞുള്ള പ്രായത്തിന്റെ വ്യത്യാസം എല്ലാം 21 എന്നൊരു വാല്യൂയിലേക്കേ വന്ന് കയറത്തുള്ളൂ. ക്ലിയർ ആണോ ഈ പറഞ്ഞതൊക്കെ? ഓക്കെ ആണല്ലോ? ഏജിന്റെ നല്ലൊരു ചോദ്യമായിരുന്നു. അല്പം ഡെപ്തിലേക്ക് ആ ചോദ്യം പോയിരുന്നു, എന്നാലും സിമ്പിളാണ്. അടുത്തത് പറയാം. അടുത്ത ചോദ്യം ഇതാണ്. 20 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ പോകുന്ന ഒരു കാറാ. അപ്പൊ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് 20 മീറ്റർ/സെക്കൻഡാ. പിന്നെ പറയുന്നു ആ കാറിന് സഞ്ചരിക്കേണ്ട ദൂരം, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 36 കിലോമീറ്റർ ദൂരമാണ് സഞ്ചരിക്കേണ്ടത്. എത്ര സമയം എടുക്കുമെന്ന് അറിയണ്ടേ? ടൈമാണ് കാണണ്ടേ? ഇക്വേഷൻ എൻ്റെ കുട്ടികൾക്കറിയാം. ടൈം കാണാൻ ഡിസ്റ്റൻസിനെ സ്പീഡ് കൊണ്ട് ഹരിച്ചാൽ മതി. പക്ഷെ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. ഇവിടുത്തെ പ്രശ്നം മറ്റൊന്നുമല്ല, യൂണിറ്റ് മാറിക്കിടക്കുക. ഡിസ്റ്റൻസ് കിടക്കുന്നത് കിലോമീറ്ററിൽ, സ്പീഡ് കിടക്കുന്നത് മീറ്ററിൽ. നമുക്ക് പറ്റില്ല. ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ അവിടെ നടക്കില്ല. അപ്പൊ എന്ത് ചെയ്യണം? യൂണിറ്റ് സെയിം ആക്കണം. മീറ്റർ/സെക്കൻഡിനെ km/h ആക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇവിടെ ഉള്ളൂ. ഞാൻ പറഞ്ഞ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ നമ്മുടെ അടുത്ത ജോലി സ്പീഡിനെ മീറ്റർ/സെക്കൻഡിൽ നിന്ന് km/h കൺവേർട്ട് ചെയ്യാൻ പോയി. ഇനി ഞാൻ എന്ത് ചെയ്താൽ മതി? മീറ്റർ/സെക്കൻഡിനെ km/h 18/5 കൊണ്ട് ഗുണിച്ചാൽ മതി. ഷോർട്ട് കട്ട് നമുക്ക് അറിയാവുന്നതാ. ആരും വെട്ടിപ്പോ 5ഉം 20ഉം 4 വെച്ച് വെട്ടിപ്പോ. അപ്പൊ സ്പീഡ് എത്ര എന്ന് കിട്ടും? 4 × 18 72 km/h ആണ് അവരുടെ വേഗതയെന്ന് കിട്ടി. ക്ലിയർ ആയോ? 20 മീറ്റർ/സെക്കൻഡ് 72 km/h തുല്യമാണ് എന്നാണ് മീനിങ്. ശരി, ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ. ടൈം കാണാൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡാ. ശരി, ടൈം = ഡിസ്റ്റൻസ് എത്രയാ? 36 കിലോമീറ്ററാ. സ്പീഡ് ഇപ്പം കിട്ടി. സ്പീഡ് എത്രയാ? 72 km/h. അപ്പം ടൈം എത്ര കിട്ടും? 36 72 2 വെച്ച് വെട്ടിപ്പോ ടൈം നമുക്ക് കിട്ടും 1/2 മണിക്കൂർ എന്ന് കിട്ടും. എന്ന് വെച്ചാൽ അരമണിക്കൂർ. അപ്പൊ സമയം എത്ര? 30 മിനിറ്റ് കൊണ്ടാണ് ഈ പറയുന്ന ദൂരം ആ കാറ് കവർ ചെയ്യാൻ പോന്നേ. അരമണിക്കൂർ കൊണ്ട്. ക്ലിയർ ആയോ? എളുപ്പമല്ലേ? അപ്പൊ യൂണിറ്റ് കൺവെർഷൻ ഒന്ന് ശ്രദ്ധിച്ചോണം. യൂണിറ്റ് സെയിം ആക്കാതെ നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത ചോദ്യം. 3 വ്യത്യസ്ത റോഡ് ക്രോസിംഗിലെ ട്രാഫിക് ലൈറ്റുകൾ 30, 36, 48 എന്നീ സെക്കൻഡുകളിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക.
രാവിലെ 7 മണിക്ക് അവ ഒരുമിച്ച് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ഇനി എപ്പോഴാണ് ഒരുമിച്ച് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എളുപ്പമാണ്. അപ്പം 3 ട്രാഫിക് ലൈറ്റ് ഉണ്ടെന്നും അവ ഡിഫറെൻറ്റ് ടൈം ഇൻ്റർവെല്ലിൽ മാറിക്കൊണ്ടിരിക്കുവാന്നാണ് ചോദ്യം നമ്മളോട് പറയുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈം ഇൻ്റർവെല്ലിൽ കത്തുന്ന ആ ലൈറ്റുകൾ 7 മണിക്ക് ഒരുമിച്ച് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനിയും ഇതേപോലെ ഒരുമിച്ച് വരുന്ന സമയം എപ്പോഴാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ചെയ്യാൻ എളുപ്പമാണ്, ഒന്നും ചെയ്യണ്ട. ഡിഫറെൻറ്റ് ടൈം ഇൻ്റർവെൽ തന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ LCM അങ്ങ് എടുത്തു വെച്ചാൽ മതി. ഡിഫറെൻറ്റ് ടൈം ഇൻ്റർവെൽ എത്രയ്ക്കാ? 30 സെക്കൻഡ്, 36 സെക്കൻഡ്, 48 സെക്കൻഡ്. ഇവരുടെ LCM എടുത്തു വെച്ചാൽ ജോലി കഴിഞ്ഞെന്നേ. LCM ഒന്ന് കണ്ടാലോ? ഓക്കെ, ഡയറക്റ്റ് മെത്തേഡിൽ തന്നെ LCM കാണാം. ഷോർട്ട് കട്ട് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. 30, 36, 48. ഞാൻ LCM കാണാൻ പോവാം. എങ്ങനെയാ? ഈ 3 പേരെയും കൂടെ ഹരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും സംഖ്യ വെച്ചങ്ങ് ഹരിക്കുക. എത്ര വെച്ച് വെട്ടാം? 3 പേരെയും എനിക്ക് 6 വെച്ച് കട്ട് ചെയ്യാം അല്ലേ? 30നെ 6 വെച്ച് കട്ട് ചെയ്താൽ 5, 36നെ 6 വെച്ച് കട്ട് ചെയ്താൽ 6, 48നെ 6 വെച്ച് കട്ട് ചെയ്താൽ 8. ശരി, ഇനി ഈ 3 പേരെയും കൂടെ ഒരുമിച്ച് പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? അറ്റ്ലീസ്റ്റ് 2 പേരെയെങ്കിലും കട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. 6നെയും 8നെയും 2 വെച്ചൊന്ന് കട്ട് ചെയ്യരുതോ? അപ്പൊ ഞാൻ 2 വെച്ച് കട്ട് ചെയ്യാൻ പോവാ. 5നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല 2ന്, അതുകൊണ്ട് 5നെ അതേപോലെ താഴോട്ടിറക്കും. 6നെ 2 കൊണ്ട് ഹരിച്ചാൽ 3 ആണ്, 8നെ 2 കൊണ്ട് ഹരിച്ചാൽ 4 ആണ്. കഴിഞ്ഞു. ഇനിയും കട്ടിങ് ഒന്നും പോസിബിൾ അല്ല. അങ്ങനെങ്കിൽ ഇവരുടെ LCM കാണാൻ ഇനി എന്താ ചെയ്യണ്ടേ? ഈ പുറത്ത് വന്ന സംഖ്യകളെല്ലാം കൂടെ ഗുണിച്ചെഴുതിയാൽ പോരെ. എന്ന് പറഞ്ഞാൽ 6 ഗുണം 2 ഗുണം 5 ഗുണം 3 ഗുണം 4 എത്രയാ വരുന്നത്? 6 ഗുണം 2 12, 12 5 60, 60 ഗുണം 3 180, 180 ഗുണം 4 720. അപ്പൊ നമുക്ക് LCM കിട്ടി 720. എൻ്റെ കുട്ടികൾ പറ, ആ LCMന്റെ യൂണിറ്റ് എന്താ? സെക്കൻഡാ. 30, 36, 48 ഒക്കെ സെക്കൻഡിലല്ലായിരുന്നോ? അപ്പൊ നമുക്ക് കിട്ടിയ LCMും സെക്കൻഡിലാണ്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പൊ 720 സെക്കൻഡ് കഴിയുമ്പോൾ അവർ വീണ്ടും ഒരുമിച്ച് മാറുമെന്നാ അതിന്റെ മീനിങ്. ഞാൻ ചോദിക്കട്ടെ, 720 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ? 60 സെക്കൻഡ് ചേരുന്നതാ 1 മിനിറ്റ്. അപ്പൊ 720 സെക്കൻഡ് എത്ര മിനിറ്റ് എന്ന് കാണാൻ 60 കൊണ്ടൊന്ന് ഹരിച്ചാൽ പോരെ. 0, 0 ക്യാൻസൽ ആവും. 72നെ 6 കൊണ്ട് ഹരിച്ചാൽ 12 മിനിറ്റ് ആണ് ഇവരുടെ LCM എന്ന് കിട്ടും. ഓക്കെ ആയോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക്? അപ്പൊ ഇതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. 7 മണി കഴിഞ്ഞ ഒരു 12 മിനിറ്റും കൂടെ കഴിയുമ്പം ഈ 3 ട്രാഫിക് ലൈറ്റുകളും നേരത്തെ ഒരുമിച്ച് മാറിയതുപോലെ വീണ്ടും അവർ ഒരുമിച്ച് മാറും. അപ്പം കറക്റ്റ് ടൈം എത്ര എന്ന് ചോദിച്ചാൽ 7:12 വീണ്ടും അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ചേഞ്ച് ആകാൻ പോകുന്നത്. 12 മിനിറ്റിന് ശേഷം വീണ്ടും അവർ ഒരുമിച്ച് ഒക്കർ ചെയ്യും. അത്രയേ ഉള്ളൂ. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? ഇത്രയും. അടുത്ത ചോദ്യം പറയട്ടെ. അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുന്നു. ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് ടൈം കണ്ടുപിടിക്കാനാണ് സീരീസിലെ. ഒരു 4 ഉണ്ട്, 10 ഉണ്ട്, 28 ഉണ്ട്, 82 ഉണ്ട്. അടുത്ത ആരെന്ന് കണ്ടുപിടിക്കണം. എളുപ്പമാണ്, സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. 3:1 അതിൻ്റെ കൂടെ 1 കൂട്ടുമ്പോഴാണ് 4 വരുന്നത് അല്ലേ? ഇനി 3ന്റെ പവറുകൾ ഓരോന്നും ചെക്ക് ചെയ്താൽ മതി. അടുത്തത് 3ന്റെ സ്ക്വയർ, അതിൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 3ന്റെ സ്ക്വയർ 9, 9ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ അടുത്ത ആളായ 10. ശരി, അടുത്തതപ്പം 3ന്റെ ക്യൂബ്. 3ന്റെ ക്യൂബ് എത്ര? 27. 27ന്റെ കൂടെ 1 കൂട്ടുമ്പോഴാ 28. ഓക്കെ, അടുത്തത് 3:4ന്റെ കൂടെ 1 കൂട്ടുന്നു. 3:4 എത്ര? 81. 81ന്റെ കൂടെ 1 കൂട്ടുമ്പോഴാ 82 കിട്ടുന്നത്. അപ്പൊ ഇനി നമുക്ക് വേണ്ട ആളെ കണ്ടുപിടിക്കാമല്ലോ. അടുത്ത ആരെന്ന് ചോദിച്ചാൽ 3:5ന്റെ കൂടെ 1 കൂട്ടി വെച്ചാൽ പോരെ. 3:5 എത്ര? 3:4 81. അതിനെ ഒരു 3 കൊണ്ട് ഗുണിച്ചാൽ പോരെ. 3:5 243. അതിൻ്റെ കൂടെ ഒരു 1 കൂട്ടി വെക്കുക. നമ്മുടെ ഫൈനൽ ആൻസർ 244 ഈ ശ്രേണിയിലെ നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ കണക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.